അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കാണിച്ചു തന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ എങ്ങനെയാണ് തന്റെ പൊന്നാര മകളെ വളർത്തേണ്ടതെന്ന് കാണിച്ചു തന്നു. ആ മുത്തുനബി വളർത്തിയ മകൾ ആരെന്നറിയുവോ? ആ മുത്തുനബി വളർത്തിയ ഫാത്തിമയാണ് സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ആ ഫാത്തിമയുടെ ചരിത്രം പഠിച്ചു നോക്ക്. ആ ഫാത്തിമ ബീവിയെ മുത്തുനബി എങ്ങനെയാണ് വളർത്തിയത്? ആ ചരിത്രം പഠിച്ചാ പിന്നെ ഒരു പെണ്ണും പിഴച്ചു പോകൂല. ആ ചരിത്രം പറയുന്നത് പോലെ മക്കളെ വളർത്തുന്ന ഉമ്മ, നിന്റെ പൊന്നാര മകള് ഒരാളുടെ കൂടെയും ഒളിച്ചോടി പോകില്ല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഫാത്തിമയെ വളർത്തുകയാണ്. വളർത്തേണ്ട രീതിയിൽ വളർത്തി, പഠിപ്പിക്കേണ്ടതെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നുമകൾക്ക് 18 വയസ്സായി. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വിവാഹപ്രായമായി. അല്ലാഹുവിന്റെ റസൂല് വിവാഹത്തിന്റെ ആലോചനകൾ തുടങ്ങി. ഒരുപാട് പണക്കാര് വന്നു, ഒരുപാട് സ്വഹാബികൾ വന്നു. മുത്തുനബിയുടെ വീട്ടിൽ വന്നിട്ട് ഫാത്തിമയെ വിവാഹം കഴിച്ചു തരാ ചോദിച്ചു. ഒരാൾക്കും അല്ലാഹുവിന്റെ റസൂല് വിവാഹം കഴിച്ചു കൊടുത്തില്ല. പിന്നെ ആർക്കാ കൊടുത്തതെന്നറിയുമോ? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ചു കൊടുത്താ സ്വർഗ്ഗം കിട്ടൂല. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് തുൻകഹുൽ മർഅതു ലി അർബഈൻ. മുത്തുനബി അവിടുന്ന് 4 കാര്യങ്ങൾ പറഞ്ഞു തന്നു. തന്റെ പൊന്നാര മക്കളെ വിവാഹം കഴിച്ചു വിടുമ്പോ ഒരു വാപ്പ ചിന്തിക്കേണ്ട 4 കാര്യമുണ്ട്. 1 സമ്പത്ത് നോക്കണേ, 2 സൗന്ദര്യം നോക്കണേ, 3 കുടുംബ മഹിമ നോക്കണേ, 4 ഫളുഫറു ബിദാതിദ്ദീൻ, നിങ്ങൾ ദീന് നോക്കണേ. ഈ 4 കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് ദീനിനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെമ്മക്കളെ വെട്ടിച്ചു കൊടുക്കുമ്പോ ഏതെങ്കിലും ഒരു പണക്കാരന്റെ കൈ പിടിച്ചു കൊടുക്കാനല്ല പറഞ്ഞത്. കൊടുക്കുന്ന സമയത്ത് നോക്കണം, 4 കാര്യങ്ങൾ നോക്കണം. അതാണ് ദീൻ പറഞ്ഞത്. സൗന്ദര്യം നോക്കണം, പണം നോക്കണം, കുടുംബ മഹിമ നോക്കണം, ദീനും നോക്കണം. ഈ 4 കാര്യങ്ങൾ നോക്കിയിട്ട് വേണം മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് 4 നോക്കണ ആരാ ഉള്ളേ? ഇത് 4 നോക്കണ ആരാ ഉള്ളേ? എടാ, പട്ടച്ചാരായ മടിക്കുന്നവനാണെങ്കിലും പണം ഉണ്ടെങ്കിൽ കെട്ടിച്ചു കൊടുക്കും. അവ എങ്ങനെ ഇവിടെ നടക്കട്ടടാ? ഇന്ന് 60 അടിക്കുന്നവനേ കൊടുക്കൂ. അതാണല്ലോ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി 4ാം കാലി കയറി വരുമ്പോ മണവാട്ടി ചോദിക്കും, എന്തേക്കാ കാലാടുന്നേ? കൂട്ടുകാരെല്ലാരും കൂടെ നിർബന്ധിച്ചപ്പോ ഒരു ഇത്തിരി കഴിച്ചു. ഓള് പറയും, കുഴപ്പമില്ല, ഇനി കഴിക്കില്ല കേട്ടാ. തന്നെ എന്നാ തെറ്റാണെന്നല്ല പറയാ. എന്റെ പ്രിയപ്പെട്ടവർ, ഇത്തിരി അടിക്കുന്നവനെ കെട്ടിച്ചു കൊടുക്കൂ. എല്ലാം ഇങ്ങനെ അവിടെ ഇവിടെയും ശമ്പുവും വെച്ചിട്ട് കുറെ എണ്ണത്തിന്റെ ഒക്കെ മുടി കണ്ട എന്നാ മോഡൽ എന്നറിയോ? പെണ്ണ് കാണാൻ വരുമ്പോഴുള്ള മോഡല്. എടാ, വീട്ടിൽ പെണ്ണെങ്കിലും ഒരു വാപ്പാമാരോട് പറയാ, ഈ വീട്ടിൽ പെണ്ണ് കാണാൻ വരുന്നവനെ പിടിച്ചിരുത്തിയിട്ട് യാസീൻ ഒന്ന് ഓദിപ്പിക്കണം. അപ്പ അറിയാം കെട്ടുപോയില്ലയോ എന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ ഉണ്ടല്ലോ, ഒരു മുബീൻ ഓതറാണ്. അവൻ മുബീൻ എന്താ സാധനം നയിക്കും ചില ചെറുപ്പക്കാർ. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കണം സഹോദര. ദീനുള്ളവർക്ക് വേണമെങ്കിൽ. അല്ല, പണം ആർക്ക് വേണോടെ ചങ്ങാതി? പണം നോക്കിയിട്ട് ഒരിക്കലും പെണ്ണ് കെട്ടുകയും ചെയ്യരുത്, കണ്ടിച്ചു കൊടുക്കുകയും ചെയ്യരുത്. മൻ തസവ്വജൽ ഇംറാത്തി മാലിഹ, ഏതെങ്കിലും ഒരു മനുഷ്യൻ പണം അഹിമ നൽകുമാറാകട്ടെ. ഞാൻ പറയുന്നത്, പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടിയാ എത്തിങ്കാനയിലാകും. അള്ളാഹു കാക്കുമാറാകട്ടെ. 2 സൗന്ദര്യം. 2 സൗന്ദര്യം. ഏറ്റവും കൂടുതൽ സൗന്ദര്യം ഉള്ളതിനെയാണ് നോക്കണത്. ഞാൻ എപ്പോഴും എൻ്റെ വഴുതി പറയാറുണ്ട്, പണ്ടൊക്കെ ഇങ്ങോട്ട് നോക്ക്, പണ്ടൊക്കെ വിവാഹം കഴിക്കാൻ പെണ്ണ് കാണാൻ പോകും. അങ്ങനെ ചടങ്ങില്ലേ? അല്ലാ അർച്ചനെ, അതാ പെണ്ണ് കാണാൻ പോകുന്നൊരു ചടങ്ങില്ലേ? പെണ്ണ് കാണാൻ പോകുമ്പോ ആരൊക്കെയാ പോണേ? പണ്ട് വീട്ടിലെ പ്രായമുള്ള ആരെങ്കിലും കൊണ്ടുപോകും പെണ്ണ് കാണാൻ പോകുമ്പോൾ. വീട്ടിലെ വാപ്പയെ കൊണ്ടുപോയില്ലെങ്കിലും വീട്ടിലെ കാരണവന്മാരായ അല്ലെങ്കിൽ ആരെയെങ്കിലും കൊണ്ട കുടുംബക്കാരെയുമായിട്ടാ പെണ്ണ് കാണാൻ പോകാം. ഇന്ന് ചെറുപ്പക്കാരെ പോകുമ്പോൾ വീട്ടിൽ ഇതാരെയും കൊണ്ടുപോകത്തില്ല. 2 മലക്കുകളെ കൊണ്ടുപോകും. 2 കൂട്ടുകാരുമായിട്ടാ പെണ്ണ് കാണാൻ പോകുന്നേ. അവിടെ പോയി പെണ്ണിന്റെ വീട്ടിൽ പോയി ആ മക്കളെ വിളിച്ചു കയറ്റിയൊക്കെ ഇരുത്തി നല്ല നാരങ്ങ വെള്ളമൊക്കെ അല്ലെങ്കിൽ നല്ല ചായയൊക്കെ കൊണ്ടുവന്ന് കല്യാണ പെണ്ണ് കൊണ്ടുവന്ന് ഇങ്ങനെ പുതിയാപ്പളയുടെ മുന്നിലേക്ക് നീട്ടും. അവനിങ്ങനെ ചായപാത്രത്തിൽ നോക്കിയിട്ട് ഓളുടെ മുഖത്തൊന്ന് നോക്കും. എന്നിട്ട് അടുത്തിരിക്കുന്നവന്റെ മുഖത്തൊന്ന് നോക്കും. എന്താണെന്നറിയോ? അടുത്തിരിക്കുന്നവന്റെ മുഖത്ത് നോക്കുന്നത് അളിയാ കൊള്ളാവോടാന്ന് ചോദിക്കും. അവനൊരു സ്കാനിങ് ഉണ്ട്, MRI സ്കാനിങ്. ഒരൊറ്റ സ്കാനിങ്ങാ. ഈ 2 മലക്കുകൾ അടുത്തിരുന്നിട്ട് ഒരു സ്കാനിങ്ങാ. കൊള്ളാളിയെ കെട്ടിക്കോ, എങ്കിൽ സമ്മതിക്കും. ഇതായി ഇന്നത്തെ അവസ്ഥ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഓൻ ഇഷ്ടപ്പെട്ടോന്നല്ല നോക്കുന്നത്. കണ്ട കൂടെ വരുന്നവൻ കൊള്ളാമെന്ന് പറഞ്ഞ കിട്ടുന്ന കാലം വേണ്ടടാ മക്കളെ. മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
മോനെ, ലോകത്തിന്റെ നേതാവിന്റെ വീടിന്റെ മുന്നിൽ പണക്കാരന്മാര് വന്നിട്ട് വെച്ച് നബിയെ കെട്ടിച്ചേരോ? ഇല്ല. ആർക്കാ കെട്ടിച്ചു കൊടുത്തത്? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ആരാണ് അലിയാർ തങ്ങൾ എന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അലിയാർ തങ്ങളോട് ചോദിച്ചു, അലിയേ, എന്റെ ഫാത്തിമാനെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? അല്ലാഹുവേ, അലിയാർ തങ്ങൾ 10ാമത്തെ വയസ്സിൽ മുത്തുനബിയുടെ കൂടെ കൂടിയ അലിയാർ തങ്ങൾ മുത്തുനബി വാപ്പയെ പോലെ തന്നെയാണ് അലിയാർ തങ്ങൾക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ അലിയാർ തങ്ങളോട് 21ാമത്തെ വയസ്സിൽ അവിടുന്ന് ചോദിച്ചു, അലിയെ, ഫാത്തിമാനെ നീ വിവാഹം കഴിക്കുമോ? അലിയാർ തങ്ങൾക്ക് ഫാത്തിമയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു, ഫാത്തിമാനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. മുത്തുനബി ചോദിച്ച് വിവാഹം കഴിക്കുമോ? അല്ലാഹുവേ, അലിയാർ തങ്ങളെ തലകുനിക്കി. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അലിയേ, അല്ല ഇന്ദക ശൈഉൻ, മഹ്ർ കൊടുക്കാൻ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ അലിയേ? മഹ്ർ കൊടുക്കാൻ എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടോ അലിയേ? അലിയാർ തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, മാ ഇന്ദി ശൈഉൻ, എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയേ. മഹ്ർ വാങ്ങാൻ പോലും 5 നയാ പൈസ എന്റെ കയ്യിലില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, അലിയേ, നിനക്ക് ഞാനൊരു പടയങ്കി വാങ്ങി തന്നല്ലോ, അത് നിന്റെ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് പോയി വിറ്റാൽ എന്തായാലും എന്ത് കിട്ടും അലിയേ? അലിയാർ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ കയ്യിലിരിക്കുന്ന പടയങ്കി കൊണ്ടുപോയി വിറ്റാ 400 ദിർഹം കിട്ടും നബിയേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, കൊണ്ടുപോയി വിൽക്കാൻ. അലിയാർ തങ്ങൾ പടയങ്കിയുമായി മാർക്കറ്റിൽ പോയി, പടച്ചവനെ ചന്തയിൽ പോയി. അലിയാർ തങ്ങൾ അത് വിൽക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ അതാ വരുന്നു മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. മുത്തുനബിയുടെ ആദ്യത്തെ മരുമോനാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളെ വിവാഹം കഴിച്ച പുതിയാപ്പളയാണ് ഉസ്മാൻ തങ്ങൾ. അലിയെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തേ അലിയെ ഇവിടെ നിൽക്കുന്നത്? ഫാത്തിമായ്ക്ക് മഹ്ർ കൊടുക്കാൻ പൈസയില്ല, പടയങ്കി വിൽക്കാൻ വന്നതാണ്. അലിയാർ തങ്ങളുടെ കയ്യിൽ നിന്ന് പടയങ്കി വാങ്ങി 400 ദിർഹം കയ്യിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, അലിയെ, എനിക്കെന്തിനാ പടയങ്കി? ഇത് നീ തന്നെ വെച്ചോ. രണ്ടും കയ്യിൽ തന്നെ വെച്ച് കൊടുത്തു. മഹാനായ അലിയാർ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. അള്ളാന്റെ റസൂലിന്റെ കയ്യിലേക്ക് 400 ദിർഹം കൊണ്ട് വെച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, അലിയേ, വലീമ കൊടുക്കാനുണ്ടല്ലോ, വലീമ കൊടുക്കണമല്ലോ അലിയേ, വലീമ കൊടുക്കണമല്ലോ അലിയേ. അലിയാർ തങ്ങളോട് അള്ളാന്റെ റസൂല് പറയുമ്പോ സഅദ് റളിയല്ലാഹു തആല പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഒരു ആടിനെ ഞാൻ തരാ നബിയേ. എന്റെ വീട്ടിൽ ഒരു ആടുണ്ട് നബിയേ. ചില സഹാബത്ത് പറഞ്ഞു, ഗോതമ്പ് മാവ് എന്റെ വീട്ടിലുണ്ട് നബിയേ. ഞങ്ങള് തരാമെന്ന് പറഞ്ഞു ഒരാടിനെയും കിട്ടി, കുറച്ച് ഗോതമ്പ് മാവും കിട്ടി. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകൾ അലിയാർ തങ്ങളുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുത്തു. എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകൾ അലിയാർ തങ്ങളുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുത്തു. അലിയാർ തങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ലായിരുന്നു. പ്രവാചകൻ അവിടെ നിന്ന് ഒരു റൂം പണിത് കൊടുത്തു. ഒരു റൂമാണ് വെച്ച് കൊടുത്തത്. ആ റൂമിന്റെ അടിയിൽ പടച്ചവനെ ചരൽ കല്ലുകളായിരുന്നു, ഗ്രാനൈറ്റുകളൊന്നുമില്ല. അല്ലാഹുവേ, കല്ലുകൾ മാത്രം. അതാ അലിയാർ തങ്ങൾ പറയുന്നുണ്ട്, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ, കേക്കുവാപ്പമാര്, എന്റെ ഉപ്പമാരോട് പറയുകയാണ്, വിവാഹം കഴിച്ചു വിടുന്നതിന് മുമ്പ് പൊന്മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രമാണ്. ഈ ലോകത്തിന്റെ നേതാവ് തന്റെ പ്രിയപ്പെട്ട പൊന്നാരമകള് അലിയാർ തങ്ങളുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുത്തു. അലിയാർ തങ്ങളുടെ സമ്പാദ്യം എന്തെന്നറിയുമോ? അലിയാർ തങ്ങൾ പറയുകയാ, എന്റെ വീടിന്റെ അകത്ത് ഒരു ആടിന്റെ തോലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരാടിന്റെ തോല് മാത്രമേ അലിയാർ തങ്ങളുടെ കയ്യിലുള്ളൂ. രാത്രിയായാൽ ആടിന്റെ തോലെടുത്ത് തറയിൽ ഇങ്ങനെ വിരിക്കുകയാ. കേക്കടാ ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, സ്വർഗത്തിന്റെ റാണിയുടെ മണിയറയാണ് പറയുന്നത്. സ്വർഗത്തിന്റെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളായ ഫാത്തിമയുടെ മണിയറയാണ് പറയുന്നത്. പടച്ചവനെ, ഒരാടിന്റെ തോല് അത് രാത്രിയാകുമ്പോ വിരിച്ചിടും. ഫാത്തിമയും അലിയാർ തങ്ങളും അതിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങും. രാവിലെയായാൽ ആ
ആടിന്റെ തോലെടുത്ത് അലിയാര് തങ്ങൾക്ക് ഒരു ഒട്ടകമുണ്ടായിരുന്നു. ആ ഒട്ടകത്തിന് തീറ്റിയിട്ട് കൊടുക്കുന്നത് ആ വിരിപ്പിന്റെ മുകളിലാ. അലിയാര് തങ്ങളുടെ വീട്ടിലെ ഒട്ടകത്തിന് ഭക്ഷണം കൊടുക്കുന്നത് അലിയാര് തങ്ങളും ഫാത്തിമ ബീവിയും രാത്രി കിടക്കുന്ന വിരിപ്പിന്റെ മുകളില് ആടിന്റെ തോലിന്റെ മുകളിലായിരുന്നു ഒട്ടകത്തിന് പോലും ഭക്ഷണം ഇട്ട് കൊടുക്കുന്നത് എന്ന് അലിയാര് തങ്ങൾ പറയുമ്പോ, സഹോദര, അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു. അവരുടെ ജീവിതം മനോഹരമായിരുന്നു. വാപ്പ തന്റെ പൊന്നാര മകളെ വളർത്തേണ്ട രീതിയിൽ വളർത്തിയപ്പോ വിവാഹം കഴിഞ്ഞ് രണ്ടുപേരും കൂടെ മണിയറയ്ക്കകത്തേക്ക് കടന്നു വരുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല മണിയറയ്ക്കകത്ത് കയറി. അലിയാര് നിങ്ങൾക്ക് സന്തോഷമായി അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോളെ ഭാര്യയായിട്ട് കിട്ടിയല്ലോ. രണ്ടുപേരും മണിയറയ്ക്കകത്ത് കയറി വീടിന്റെ വാതിലടച്ചു. അല്ലാഹുവേ, വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കിന്റെ വെളിച്ചമങ്ങ് താഴ്ത്തി. അതാ വീടിന്റെ അകത്ത് വല്ലാത്ത ഇരുള് വന്നു. മണിയറയ്ക്കകത്ത് വല്ലാത്ത ഇരുള് വന്നു. അലിയാര് തങ്ങള് അതാ മണിയറയാണല്ലോ, അതാ തന്റെ ജീവിതത്തിൽ ആദിരാത്രിയാണല്ലോ. അലിയാര് തങ്ങള് സന്തോഷവാനായി മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, മണിയറയ്ക്കകത്തൊരു തേങ്ങല് കേൾക്കുകയാ, മണിയറയ്ക്കകത്തൊരു കരച്ചല് കേൾക്കുകയാ. അലിയാര് തങ്ങൾ ചിന്തിച്ചു, ആരാ തമ്പുരാനെ കരയുന്നത്? വസമിഅനാ സൗതൻ ഹനീനാ. അതാ തേങ്ങല് കേൾക്കുന്ന ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോ മണിയറയ്ക്കകത്തിരുന്ന് കരയുന്നതാരെന്നറിയോ? പുതുമണവാട്ടിയിരുന്ന് കരയുകയാ. അലിയാര് തങ്ങളുടെ മണിയറയ്ക്കകത്തിരുന്ന് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല കരയുകയാണ്. അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ, എന്തിനാണ് നീ കരയുന്നത്? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഞാൻ പാവപ്പെട്ടവനായത് കൊണ്ടാണോ നീ ഇരുന്ന് കരയുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളോട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല ചോദിക്കുമ്പോ, അല്ലാഹുവേ, ഫാത്തിമ പറഞ്ഞു, അലിയേ, ഞാൻ കരയുന്നത് എന്തിനെന്നറിയുവോ? ഈ മണിയറയ്ക്കകത്ത് കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കങ്ങ് പെട്ടെന്ന് അണച്ചപ്പോ ഇതിനകത്ത് വല്ലാത്ത ഇരുള് വന്നല്ലോ, ഇതിനകത്ത് വല്ലാത്ത ഇരുട്ട് വന്നല്ലോ. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഖബർ ഓർമ്മ വന്നു അലിയേ. വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി അടിച്ചു പൊളിക്കാൻ മണിയറയിലേക്ക് കടന്നു വന്ന ആദിരാത്രിയിൽ ഒരു ഭാര്യ ഭർത്താവിനോട് പറയുകയാ, ഈ റൂമിലെ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഖബർ ഓർമ്മ വന്നു, ഖബറിന്റെ ഇരുൾ ഓർമ്മ വന്നു, ഖബറിന്റെ ഞെരുക്കം ഓർമ്മ വന്നു. അലിയേ, മണിയറ ഇവിടെയല്ല അലിയേ. വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല മണിയറ, ഇവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്, ഇവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്. എവിടെയാണ് മണിയറ എന്നറിയുവോടാ ചെറുപ്പക്കാരാ? അതിരാത്രി സ്വപ്നം കണ്ട് നടക്കുന്ന യുവത്വേ, ഒടുക്കേണ്ടത് ഇവിടെയല്ലടാ പൊന്നുമോനെ. വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി അല്ലാഹുവിന്റെ റസൂൽ എന്ന വാപ്പ വളർത്തിയ ഉമ്മയില്ലാത്ത ഫാത്തിമ എന്ന പൊന്നുമോള് അതാ ഭർത്താവിനോട് പറഞ്ഞു, അൽ ഖബറു അവ്വലു മൻസിലിൻ മനാസിലിൽ ആഖിറ. അലിയേ, മണിയറ പള്ളിപ്പറമ്പിലാ, അലിയേ, മണിയറ പള്ളിപ്പറമ്പിലാ. കൊണ്ടുപോയി കബറടക്കുന്ന ഒന്നാമത്തെ ദിവസമുണ്ടല്ലോ, അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്, അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്. അവിടെയാണ് മലക്കുകൾ വന്ന് പറയുന്നത്, പുതിയ പട കടന്നുറങ്ങുന്നത് പോലെ കബറിന്റെ അകത്ത് കടന്നുറങ്ങിക്കോ. പുതിയ പളയുടെ കണ്ണ് നിറഞ്ഞുപോയി. അലിയാര് തങ്ങൾ കരയുകയാ, അലിയാട് തങ്ങൾ കരയുകയാ. പടച്ചവരെ, എന്നിട്ട് പുതിയ പളയോട് പുതുമണവാട്ടി പറയുകയാ, ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കാം. മണ്ണറ മണിയറയാകാൻ, മണ്ണറ മണിയറയാകാ, നമുക്കിരുന്ന് നിസ്കരിക്കാം അലിയേ, നമുക്ക് ഒരുമിച്ച് ദുആ ചെയ്യാം അലിയേ, നമുക്ക് അല്ലാഹുവോട് നമുക്ക് ഖുർആൻ ഓതാം അലിയേ. എടാ, വിവാഹത്തിന്റെ ഒന്നാമത്തെ ആദിരാത്രി അല്ലാഹുവേ നിസ്കരിച്ചു ഖുർആൻ ഓതി ദുആ ചെയ്തെന്ന് ചരിത്രം പറയുമ്പോ അതാണടാ ഒരു ഉമ്മ വളർത്തിയ ദീൻ വളർത്തിയ അല്ലാഹുവിന്റെ റസൂൽ വളർത്തിയ പൊന്നുമകളുടെ ജീവിതം. അതാ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമയെ കാണാൻ പോയി. ഫാത്തിമ
ബീവി വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. അള്ളാന്റെ റസൂൽ ചോദിച്ചു, ഫാത്തിമ എന്തിനാ മോളെ കരയുന്നത്? എന്തിനാ മോളെ കരയുന്നത്? വാപ്പാ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസങ്ങളായി വാപ്പാ. ഫാത്തിമ എന്ന പൊന്നുമോള് വാപ്പയോട് പറയുകയാ, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി വാപ്പാ. അള്ളാന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ? വലിയ അബീക അർബഉ, നിന്റെ വാപ്പ ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസമായി മോളെ. നീ 3 ദിവസമല്ലേ ആയുള്ളൂ, വാപ്പ 4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. ഫാത്തിമ ബീവി ഓടി വന്നിട്ട് അള്ളാന്റെ റസൂലിനെ കെട്ടിപ്പിടിക്കുകയാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മുത്തുനബി വഫാത്തിന്റെ വേളയിൽ കിടക്കുമ്പോ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഫാത്തിമ എന്ന പൊന്നുമോട് വാപ്പയെ കാണാൻ വന്നു. തന്റെ കരളിന്റെ കഷ്ടമാണല്ലോ. മുത്തുനബിയുടെ വീടിന്റെ അകത്തേക്ക് ഫാത്തിമ നിലവിളിച്ചുകൊണ്ടാണ് ഓടി വന്നത്. വാപ്പയുടെ അവസ്ഥ കണ്ടപ്പോ പൊട്ടിക്കരയുകയാണ്. അള്ളാന്റെ റസൂല് ഫാത്തിമാനെ അടുത്ത് വിളിച്ചു. ചെവിയിൽ പറഞ്ഞു, മോളെ വാപ്പാടെ മരണമെടുത്തു. എല്ലാ റമളാനിലും ഞാൻ ഒരു വട്ടം ഖുർആൻ മുഴുവനും ജിബ്രീലിനെ ഓതി കേൾപ്പിക്കാറുണ്ട്. ഈ പ്രാവശ്യം 2 പ്രാവശ്യം ഓതി കേൾപ്പിച്ചു. എന്റെ മരണം നീയാണ് അടുത്തതായി മരിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ, എന്റെ വാപ്പയില്ലാത്ത ലോകം എനിക്കിനി വേണ്ട. എന്റെ വാപ്പയില്ലാത്ത ലോകം എനിക്ക് വേണ്ട. മരിക്കുമെന്ന് വാപ്പ പറഞ്ഞപ്പോഴും മകള് ചിരിച്ചടാ പൊന്നുമോനെ. ആ ഫാത്തിമ ബീവി ഉണ്ടല്ലോ, മരിക്കുന്നതിന്റെ തലേ ദിവസം വാപ്പ എങ്ങനാ വഫാത്തായത്? ഭാര്യയുടെ മടിയിൽ കിടന്നിട്ട്, ആയിഷ എന്ന തന്റെ പ്രിയപ്പെട്ട 16 വയസ്സുള്ള ഭാര്യയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് വാപ്പ പോയി. ആ വാപ്പയുടെ മകളുണ്ടല്ലോ, മരിക്കുന്നതിന്റെ അന്ന് അലിയാർ തങ്ങളുടെ മടിയിൽ തലവെച്ചു, തന്റെ ഭർത്താവിന്റെ മടിയിൽ തലവെച്ചു. എന്നിട്ട് പറഞ്ഞു, അലിയേ, ഞാൻ മരിച്ചാൽ എന്നെ പകല് കൊണ്ടുപോയി കബറടക്കരുത്. എന്നെ രാത്രിയിലെ കബറടക്കാവൂ. അലിയാര് തങ്ങൾ ചോദിച്ചു, എന്തേ ഫാത്തിമ? അലിയേ, എന്റെ ശരീരം നിങ്ങളല്ലാതെ മറ്റാരും ഇന്ന് വരെ കണ്ടിട്ടില്ല. അല്ലാഹുവേ, എന്റെ മയ്യത്ത് പൊതിയുന്നത് അന്യപുരുഷന്മാരാണ്. എന്റെ മയ്യത്ത് ചുമക്കുന്നത് അന്യപുരുഷന്മാരാണ്. എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരാണ്. അത് പകലായ അവരന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ അലിയേ. അതുകൊണ്ട് രാത്രിയിലെ എന്നെ കബറടക്കാവൂ. മരിക്കുന്നതിന് മുമ്പ് ഭർത്താവിനോട് വസിയത്ത് ചെയ്തു. സഹോദരാ, ഇതാടാ വാപ്പ വളർത്തിയ മക്കള്. അള്ളാഹുവിന്റെ ദീൻ പറയുന്ന രീതിയിൽ മക്കളെ വളർത്തിയ, ഇതുപോലെ മക്കളെ വളർത്തിയിട്ട്, ഇതുപോലെ മക്കളെ നല്ല രീതിയിൽ വളർത്തി ഒരു നല്ല മനുഷ്യന്റെ കയ്യിൽ പിടിച്ചു കൊടുത്തോ, അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അനസ് തങ്ങൾ പറയുകയാണ്, നാളെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന 2ാമത്തെ വിഭാഗം മാതാപിതാക്കളാണ്. എങ്ങനെയുള്ള മാതാപിതാക്കൾ എന്നറിയുമോ? 2 പെൺമക്കളെ അള്ളാന്റെ ദീൻ പറയുന്നത് പോലെ വളർത്തി. അള്ളാഹുവിന്റെ ദീൻ പറയുന്നത് പോലെ 2 പെൺമക്കളെ വിവാഹം കഴിച്ചു വിട്ടാൽ ആ വാപ്പയും ഉമ്മയും അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ, പടച്ചവനെ, പെൺമക്കളെ വിവാഹം കഴിച്ചു വിട്ട വാപ്പമാർ, അവർക്ക് ഈ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അവർക്ക് ഈ പ്രതിഫലം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, പെൺകുഞ്ഞിനെ കാത്തിരിക്കുന്ന, പെൺകുഞ്ഞുങ്ങളെ കിട്ടാ ദുആ ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് തമ്പുരാന്. കരുണക്കടലായ അല്ലാ, ഞങ്ങൾക്ക് നല്ല പെൺമക്കളെ തരണേ അല്ലാ. ഞങ്ങളുടെ വീടിന്റെ വിളക്കായ, ഞങ്ങളുടെ വീടിന്റെ അനുഗ്രഹമായ പെൺമക്കളെ ഞങ്ങൾക്കും നൽകണേ അല്ലാ. ഈ സദസ് അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു നമുക്ക് പെൺമക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.